മേധയുടെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നോക്കാൻ പോകുന്നത് KCS ആക്ട് ആൻഡ് റൂൾസിൽ KCS ആക്ട് ചാപ്റ്റർ 1 ആണ് നോക്കുന്നത്. ചാപ്റ്റർ 1 പ്രിലിമിനറി ആണ് പറയുന്നത്. ഇതിൽ ഉൾപ്പെടുന്നത് സെക്ഷൻ 1ഉം 2ഉമാണ്. സെക്ഷൻ 1 ഷോർട്ട് ടൈറ്റിൽ, എസ്റ്റെൻഡ് ആൻഡ് കമൻസ്മെന്റ്. സെക്ഷൻ 1 ഷോർട്ട് ടൈറ്റിൽ, എസ്റ്റെൻഡ് ആൻഡ് കമൻസ്മെന്റ്. സെക്ഷൻ 2വിൽ ഡെഫിനിഷൻസ് ആണ് പറയുന്നത്. സെക്ഷൻ 2A അപ്പസ് സൊസൈറ്റി. 2A അപ്പർ സൊസൈറ്റി ആണ് പറയുന്നത്. അപ്പർ സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഹോൾ ഓഫ് ദി സ്റ്റേറ്റ് ആണ്. ഡിക്ലെയർ ചെയ്യുന്നത് രജിസ്ട്രാർ ആണ്. സെക്ഷൻ 2AA. സെക്ഷൻ 2AA പറയുന്നത് അസിസ്റ്റഡ് സൊസൈറ്റി. ഗവൺമെന്റിൽ നിന്ന് അസിസ്റ്റൻസ് കിട്ടുന്ന സൊസൈറ്റികളെയാണ് അസിസ്റ്റഡ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഇത് സെക്ഷൻ 2AA പറയുന്നത്. നെക്സ്റ്റ് സെക്ഷൻ 2AB. സെക്ഷൻ 2AB ഓഡിറ്റിംഗ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. സെക്ഷൻ 2AB ഓഡിറ്റിംഗ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനും ഓവർഡ്യൂ ഡെപ്സും എല്ലാം ക്ലോസ് എക്സാമിനേഷൻ ചെയ്യുന്നതാണ് ഇതിൽ പറയുന്നത്. നെക്സ്റ്റ് സെക്ഷൻ 2AC. അതിൽ പറയുന്നത് ആനന്ദ് പാറ്റേൺ മിൽക്ക് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആണ്. ആനന്ദ് പാറ്റേൺ മിൽക്ക് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഒരു പ്രൈമറി ഡയറി കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. ഇതിനെയാണ് ക്ഷീരോത്പാദന സഹകരണ സംഘം എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് സെക്ഷൻ ആണ് സെക്ഷൻ 2AD. സെക്ഷൻ 2AD അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ്. അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലോസ് അസസ്മെന്റ് ആണ്. സൊസൈറ്റിയിലെ എല്ലാ കാര്യങ്ങളും കൃത്യമായി വിലയിരുത്തുക. അതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റിൽ പറയുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റിൽ വരുന്നതാണ് കംപ്ലൈൻസ് ഓഡിറ്റ്, പെർഫോമൻസ് ഓഡിറ്റ് ആൻഡ് IT ഓഡിറ്റ്. നെക്സ്റ്റ് സെക്ഷൻ ആണ് സെക്ഷൻ 2B ബൈലോസ്. ബിയിലാണ് ബൈലോസിനെ പറ്റി പറയുന്നത്. നെക്സ്റ്റ് സെക്ഷൻ 2C സർക്കിൾ കോഓപ്പറേറ്റീവ് യൂണിയൻ. സർക്കിൾ കോഓപ്പറേറ്റീവ് യൂണിയൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് സെക്ഷൻ 88 പ്രകാരമാണ്. നെക്സ്റ്റ് സെക്ഷൻ 2D. അതിൽ സെൻട്രൽ സൊസൈറ്റിയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സെൻട്രൽ സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ 1 or more റവന്യൂ ഡിസ്ട്രിക്റ്റ് ആണ്. ഹോൾ ഓഫ് ദി സ്റ്റേറ്റ് വരില്ല, 1 or more റവന്യൂ ഡിസ്ട്രിക്റ്റ് ആണ് വരുന്നത്. ഇത് ഡിക്ലെയർ ചെയ്യുന്നത് രജിസ്ട്രാർ ഓർ ഗവൺമെന്റ് ആണ്. നെക്സ്റ്റ് സെക്ഷൻ 2DA. അതിൽ പറയുന്നത് ചീഫ് എക്സിക്യൂട്ടീവ്. സെക്ഷൻ 2DA ചീഫ് എക്സിക്യൂട്ടീവ്. നെക്സ്റ്റ് സെക്ഷൻ 2DB കോമൺ സോഫ്റ്റ്വെയർ ഫോർ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി. സെക്ഷൻ 2DBയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് കോമൺ സോഫ്റ്റ്വെയർ ഫോർ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ്. സെക്ഷൻ 2DC. സെക്ഷൻ 2DCയിൽ കൺസോഷ്യം എന്ന് പറഞ്ഞാൽ ഒരു ഫോമൽ അസോസിയേഷൻ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അപ്രൂവൽ ആണ് ഇതിന് വേണ്ടത്. സെക്ഷൻ 2DC കൺസോഷ്യം. നെക്സ്റ്റ് സെക്ഷൻ 2E കമ്മിറ്റി. ഇയിലാണ് കമ്മിറ്റിനെ കുറിച്ച് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് സെക്ഷൻ 2EA. അതിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് കോഓപ്പറേറ്റീവ് ആർബിട്രേഷൻ കോഡ്. കോഓപ്പറേറ്റീവ് ആർബിട്രേഷൻ കോഡിന്റെ സെക്ഷൻ വരുന്നത് സെക്ഷൻ 70A ആണ്. നെക്സ്റ്റ് സെക്ഷൻ 2EB. EBയിലാണ് കൺസോർഷ്യം ലെൻഡിംഗ് സ്കീം ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. കൺസോർഷ്യം ലെൻഡിംഗ് സ്കീമിന്റെ സെക്ഷൻ 57C. നെക്സ്റ്റ് സെക്ഷൻ 2EC. ECയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് കോഓപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ആൻഡ് വെൽഫെയർ ഫണ്ട്. അതിന്റെ സെക്ഷൻ വരുന്നത് സെക്ഷൻ 57A. നെക്സ്റ്റ് സെക്ഷൻ ആണ് സെക്ഷൻ 2ECC. 2C ആണ് ഇവിടെ വരുന്നത്. അതിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് കോഓപ്പറേറ്റീവ് ഓംബുഡ്സ്മാനെയാണ്. കോഓപ്പറേറ്റീവ് ഓംബുഡ്സ്മാന്റെ സെക്ഷൻ 69A.
അപ്പോയിന്റ് ചെയ്യുന്നത് സെക്ഷൻ 69 സബ്സെക്ഷൻ 2 പ്രകാരമാണ് കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാനെ അപ്പോയിന്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് സെക്ഷൻ 2 ഈ ട്രിപ്പിൾ സി 3C ആണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിൽ വരുന്നത്. സെക്ഷൻ 2 ഈ ട്രിപ്പിൾ സി കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ. നമുക്ക് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ 7 എണ്ണമാണ് വരുന്നത്. നെക്സ്റ്റ് സെക്ഷൻ 2ED. ഇതിൽ കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ്. കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെക്ഷൻ 2ED പ്രകാരമാണ്. ഇതിന്റെ സെക്ഷൻ വരുന്നത് സെക്ഷൻ 80B ആണ്. കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിന്റെ സെക്ഷൻ 80B. നെക്സ്റ്റ് സെക്ഷൻ 2F. അതിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റി ഓർ സൊസൈറ്റി. സെക്ഷൻ 2F-ലാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിനെ അല്ലെങ്കിൽ സൊസൈറ്റിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് സെക്ഷൻ 2G. കോപ്പറേറ്റീവ് സൊസൈറ്റി വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി. ലിമിറ്റഡ് ലയബിലിറ്റി ഉള്ള കോപ്പറേറ്റീവ് സൊസൈറ്റിന്റെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെക്ഷൻ 2G പ്രകാരമാണ്. സെക്ഷൻ 2G കോപ്പറേറ്റീവ് സൊസൈറ്റി വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി. നെക്സ്റ്റ് സെക്ഷൻ 2H. കോപ്പറേറ്റീവ് സൊസൈറ്റി വിത്ത് അൺലിമിറ്റഡ് ലയബിലിറ്റി. അൺലിമിറ്റഡ് ലയബിലിറ്റി ഉള്ള കോപ്പറേറ്റീവ് സൊസൈറ്റിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെക്ഷൻ 2H പ്രകാരമാണ്. നെക്സ്റ്റ് സെക്ഷൻ 2HA. അതിൽ ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീമിനെ കുറിച്ചാണ് പറയുന്നത്. ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീമിന്റെ സെക്ഷൻ വരുന്നത് സെക്ഷൻ 57B ആണ്. നെക്സ്റ്റ് സെക്ഷൻ 2HB. ഡെഫിനിഷൻ എല്ലാം സെക്ഷൻ 2-ലാണ് പറയുന്നത്. സെക്ഷൻ 2HB. ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. DCAനെ അപ്പോയിന്റ് ചെയ്യുന്നത് സെക്ഷൻ 63 സബ്സെക്ഷൻ 1 പ്രകാരമാണ്. ഗവൺമെന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. DCA രജിസ്ട്രാറിന്റെ കൺട്രോളിലായിരിക്കും. നെക്സ്റ്റ് സെക്ഷൻ 2I. ഐയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഡിസ്പ്യൂട്ട് ആണ്. നെക്സ്റ്റ് സെക്ഷൻ 2IA. IA-യിൽ DCB-നെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. DCB എന്ന് പറഞ്ഞ ഒരു സെൻട്രൽ സൊസൈറ്റിയാണ്. നെക്സ്റ്റ് സെക്ഷൻ 2IB. IB-യിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ്. അതിന്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ വരുന്നത് മോർ ദാൻ 1 ഡിസ്ട്രിക്റ്റ് ആണ്. ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ മോർ ദാൻ 1 ഡിസ്ട്രിക്റ്റ് ആണ്. നെക്സ്റ്റ് സെക്ഷൻ 2J. ജയിൽ ഫിനാൻസിംഗ് ബാങ്കിനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. 2J ഫിനാൻസിംഗ് ബാങ്ക്. സെക്ഷൻ 2K. കെയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ജനറൽ ബോഡി മീറ്റിംഗ്. നെക്സ്റ്റ് സെക്ഷൻ 2KA. KA-യിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഒരു ആക്ടിവ് സൊസൈറ്റിയാണ്. അവരുടെ മെമ്പേഴ്സ് പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റിയും അഥവാ പാക്സും അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സുമാണ് കേരള ബാങ്കിന്റെ മെമ്പേഴ്സ് ആയിട്ട് വരുന്നത്. സെക്ഷൻ 2KA കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. സെക്ഷൻ 2L. മെമ്പറിനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സെക്ഷൻ 2L മെമ്പർ. സെക്ഷൻ 2LA മിസേലിനിയസ് സൊസൈറ്റീസ്. LA-യിലാണ് മിസേലിനിയസ് സൊസൈറ്റിനെ കുറിച്ച് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് സെക്ഷൻ 2M. M-ൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ. സെക്ഷൻ 2M ആണ് നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ. സെക്ഷൻ 2N ഓഫീസറിനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സെക്ഷൻ 2N ഓഫീസർ. നെക്സ്റ്റ് സെക്ഷൻ 2O. ഓയിൽ പറഞ്ഞിരിക്കുന്നത് പ്രിസ്ക്രൈബ്ഡ്. സെക്ഷൻ 2OA പ്രിസ്ക്രൈബ്ഡ് പീരിയഡ്. നെക്സ്റ്റ് സെക്ഷൻ 2OAA. അതിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റിനെയാണ്. സെക്ഷൻ
OAA പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി. അതിൽ വരുന്നതാണ് ടാക്സിൽ വരുന്നതാണ് സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി, സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്, ഫാമേഴ്സ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്, റൂറൽ ബാങ്ക്. ഇതെല്ലാം പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റിയാണ്. സെക്ഷൻ 2OAA. നെക്സ്റ്റ് സെക്ഷൻ 2OB. അതിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റിയാണ്. സെക്ഷൻ 2OB പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി. സെക്ഷൻ 2OC. OCയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് പ്രൈമറി കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക്. PCADB-നെയാണ് സെക്ഷൻ 2OCയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. പ്രൈമറി കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക്. നെക്സ്റ്റ് സെക്ഷൻ 2OD. അതിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് പ്രൈമറി കോഓപ്പറേറ്റീവ് സൊസൈറ്റി. പ്രൈമറി കോഓപ്പറേറ്റീവ് സൊസൈറ്റിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെക്ഷൻ 2OD-യിലാണ്. സെക്ഷൻ 2OE പ്രൈമറി ടൂറിസം കോഓപ്പറേറ്റീവ് സൊസൈറ്റി. പ്രൈമറി ടൂറിസം കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷനായി വരുന്നത് താലൂക്കാണ്. 1 താലൂക്ക്. സെക്ഷൻ 2P. സെക്ഷൻ 2P. അതിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് രജിസ്ട്രാറിനെയാണ്. രജിസ്ട്രാറിനെ അപ്പോയിന്റ് ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. സെക്ഷൻ 2PA. PAയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് റിക്രൂട്ട്മെന്റ് കമ്മിറ്റീസ് ആണ്. PA റിക്രൂട്ട്മെന്റ് കമ്മിറ്റീസ്. സെക്ഷൻ 80BB പ്രകാരമാണ് ഈ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. സെക്ഷൻ 80BB പ്രകാരം. സെക്ഷൻ 2PB റീജിയണൽ കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ. RCMBU-നെയാണ് സെക്ഷൻ 2PBയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സെക്ഷൻ 2Q. Qയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് റൂൾസ് ആണ്. സെക്ഷൻ 2Q റൂൾസ്. സെക്ഷൻ 2QA. QAയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഷെഡ്യൂൾഡ് കാസ്റ്റ്. QA ഷെഡ്യൂൾഡ് കാസ്റ്റ്. സെക്ഷൻ 2QB ഷെഡ്യൂൾഡ് ട്രൈബ്സ്. QBയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഷെഡ്യൂൾഡ് ട്രൈബ്സ്. നെക്സ്റ്റ് സെക്ഷൻ 2QBA. QBAയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സോഷ്യൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. സോഷ്യൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെക്ഷൻ 2QBAയിലാണ്. ഇതിൽ ഉൾപ്പെടുന്നതാണ് ഡിഫറൻറ്റ്ലി ഏബിൾഡ് പേഴ്സൺ, ഏജ്ഡ് പേഴ്സൺ, ട്രാൻസ്ജെൻഡേഴ്സ്, ഡിപ്രസ്ഡ് പേഴ്സൺ, മെന്റലി ചാലഞ്ചഡ് പേഴ്സൺ. ഇവർക്കൊക്കെ വേണ്ടി ഫോം ചെയ്ത സൊസൈറ്റിയാണ് സോഷ്യൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെക്ഷൻ 2QBA. നെക്സ്റ്റ് സെക്ഷൻ 2QC. QCയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സ്പെഷ്യൽ ഓഫീസർ. സ്പെഷ്യൽ ഓഫീസറിനെ അപ്പോയിന്റ് ചെയ്യുന്നത് രജിസ്ട്രാർ ആണ്. സ്പെഷ്യൽ ഓഫീസറിന്റെ റാങ്ക് നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് അസിസ്റ്റന്റ് രജിസ്ട്രാർ ആയിരിക്കും. നെക്സ്റ്റ് സെക്ഷൻ 2R. ആറിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ് സ്റ്റേറ്റ്, അതായത് കേരള സ്റ്റേറ്റ്. സെക്ഷൻ 2R സ്റ്റേറ്റ്. സെക്ഷൻ 2RA കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ആൻഡ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക്. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ആൻഡ് അഗ്രികൾച്ചറൽ റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെക്ഷൻ 2RAയിലാണ്. സെക്ഷൻ 2RC സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ. സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെക്ഷൻ 2RC പ്രകാരമാണ്. സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷന്റെ സെക്ഷൻ വരുന്നത് സെക്ഷൻ 28B ആണ്. നെക്സ്റ്റ് സെക്ഷൻ 2S. എസിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ. സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ സെക്ഷൻ 89 ആണ് വരുന്നത്. സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയന്റെ സെക്ഷൻ ആണ് സെക്ഷൻ 89. സെക്ഷൻ 2SA ട്രാൻസ്ഫറി ബാങ്ക്. സെക്ഷൻ 2SAയിലാണ് ട്രാൻസ്ഫറി ബാങ്ക് പറയുന്നത്. ട്രാൻസ്ഫറി ബാങ്ക് എന്ന് പറഞ്ഞാൽ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ആണ്.
സെക്ഷൻ 2 SB. SBയിൽ ട്രാൻസ്ഫറർ ബാങ്ക്. SBയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ് ട്രാൻസ്ഫറർ ബാങ്ക്. ട്രാൻസ്ഫറർ ബാങ്ക് എന്ന് പറഞ്ഞാൽ DCB ആണ്. നെക്സ്റ്റ് സെക്ഷൻ 2T. ടിയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ട്രിബ്യൂണൽ. ട്രിബ്യൂണലിന്റെ സെക്ഷൻ വരുന്നത് സെക്ഷൻ 81. നെക്സ്റ്റ് സെക്ഷൻ 2TA. ടിയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്. സെക്ഷൻ 2TA അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്. ഏരിയ ഓഫ് ഓപ്പറേഷൻ അർബൻ ഏരിയയിലായിരിക്കും. RBIയുടെ ലൈസൻസും വേണ്ടിവരും അർബൻ കോപ്പറേറ്റീവ് ബാങ്കിന്. സെക്ഷൻ 2TAA. അതിൽ പറയുന്നത് അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റി. സെക്ഷൻ 2TAA അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഏരിയ ഓഫ് ഓപ്പറേഷൻ ആയി വരുന്നത് മുനിസിപ്പാലിറ്റി ഓർ കോർപ്പറേഷൻ ആണ്. സെക്ഷൻ 2TB. TB വിജിലൻസ് ഓഫീസർ. സെക്ഷൻ 2TBയിലാണ് വിജിലൻസ് ഓഫീസറിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. വിജിലൻസ് ഓഫീസറിന്റെ സെക്ഷൻ ആണ് സെക്ഷൻ 68A. വിജിലൻസ് ഓഫീസറിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ഗവൺമെന്റും രജിസ്ട്രാറിന്റെ കൺട്രോളിലുമായിരിക്കും വിജിലൻസ് ഓഫീസർ. സെക്ഷൻ 2U. യുയിൽ പറയുന്നത് ഇയർ ആണ്. അതായത് 1 April തൊട്ട് 31 March വരെ. സെക്ഷൻ 2V. വിയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. സെക്ഷൻ 2V യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ ആയി വരുന്നത് 1 district ആണ്. ഏരിയ ഓഫ് ഓപ്പറേഷൻ 1 district. ചാപ്റ്റർ 1ലെ KCS ആക്ട് ചാപ്റ്റർ 1ലെ സെക്ഷൻസ് ആണ് നോക്കിയത്. സെക്ഷൻ 1ഉം സെക്ഷൻ 2ഉം ആണ് ഇതിൽ വന്നത്. സെക്ഷൻ 1ൽ ഷോർട്ട് ടൈറ്റിൽ ആൻഡ് എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെന്റ്. സെക്ഷൻ 2ൽ ഡെഫിനിഷൻസ് ആണ് നമ്മളിപ്പോൾ നോക്കിയത്. ഇന്ന് ഇത്രയുമാണ് നോക്കുന്നത്. താങ്ക് യു.